അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ അറിയാൻ വേണ്ടി എല്ലാവരും താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പം വേറെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നാളെ മുതൽ തിയേറ്ററിൽ കൊണ്ടാട്ടം എന്ന ഗാനത്തിൻ്റെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിരിക്കുന്നു. ചില തിയേറ്ററിലൊക്കെ തന്നെ ഇൻ്റർവ്യൂവിൽ സമയത്ത് കൊണ്ടാട്ടം ഗാനം ഇട്ട് തുടങ്ങിയായിരുന്നു. അത് പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു. ഏകദേശം 8 മില്യണോളം ആൾക്കാർ കണ്ട ഗാനമാണ്. തിയേറ്ററിൽ ഒരു വൈബ് സൃഷ്ടിക്കാൻ വേണ്ടി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്യുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം തുടരി എന്ന ചിത്രത്തോടൊപ്പം കൊണ്ടാട്ടം ഗാനവും നാളെ എത്തുന്നുണ്ട് എന്ന് തന്നെ മോഹൻലാൽ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തുടരി എന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം 210 കോടിയുടെ കണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 210 കോടി 75 ലക്ഷത്തിൻ്റെ കണക്കാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർസീസിൻ്റെ കണക്ക് അതിനകത്ത് വന്നിട്ടില്ല. ഇന്നത്തെ ഔദ്യോഗികമായ കണക്കുകളൊന്നും വന്നിട്ടില്ല. ഇന്ന് ഏകദേശം 1,89 ലക്ഷത്തോളം തുടരും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 215 കോടിയോളം ഇന്നുകൊണ്ട് തുടരുന്ന ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്നലത്തെ പോലെ ചെറിയ കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കോടിക്ക് മുകളിലുള്ള തുക ഇന്നും പ്രതീക്ഷിക്കാൻ പറ്റും. ഏകദേശം ഇപ്പോൾ വിറ്റ് പോകുന്ന ടിക്കറ്റിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 3100 ടിക്കറ്റാണ് ഇപ്പോഴും വിറ്റ് പോകുന്നത്. തുടരുന്ന ചിത്രത്തിൻ്റെ 21ാമത് ദിവസവും 3100 ടിക്കറ്റ് ഈ മണിക്കൂറിൽ വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ നാളെയും ഏകദേശം 1.5 കോടിക്ക് മുകളിലുള്ള തുക തന്നെ പ്രതീക്ഷിക്കാം എന്ന് വെച്ചു. വേൾഡ് വൈഡായിട്ട് ഒരു 3 കോടിക്ക് അടുത്തുള്ള തുക തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 215 കോടിയിലേക്ക് നാളെ എത്തുകയാണ്. അതാണ് തുടരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം 104 കോടിയിലേക്ക് നാളെ കൊണ്ട് എത്തും എന്ന് തന്നെ നമ്മൾ അനുമാനിക്കുന്നത്. 104 കോടിക്ക് മുകളിൽ എങ്ങനെ തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിലെ കളക്ഷനുമൊക്കെ കൂട്ടിച്ചേരുമ്പോൾ ഒരു 110 മുകളിലുള്ള തുക തുടരുന്ന ചിത്രം 125 കടക്കുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കിക്കാണുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് 50 കോടി 100 കോടി, അതിനുശേഷം 89 കോടി എന്ന 2018 റെക്കോർഡ് തകർത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് തകർത്ത് കഴിഞ്ഞപ്പം പറഞ്ഞു 100 കോടി എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയെങ്കിലും 100 കോടി മലയാളത്തിൽ നിന്ന് നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് നേടിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 125 പിടിച്ചേക്കും അല്ലേ? ആ അവസ്ഥയാണ്. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പം ഇത് എവിടം വരെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തുടരുന്ന ചിത്രത്തിൻ്റെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് ലാലേട്ടൻ്റെ മിക്കവാറും ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ OTT അവകാശം ജിയോയ്ക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് റിലീസ് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ഊഹം കിട്ടിയിട്ടില്ല. എന്നാലും 1 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 23-25 ചിലപ്പോൾ റിലീസിങ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മാസം കഴിഞ്ഞ് 30-ാം തീയതി കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ആയിരിക്കാം OTTക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. OTT ഇപ്പോഴങ്ങനെ വന്നാലും ബുദ്ധിമുട്ടാണ്. കാരണം വേൾഡ് വൈഡായിട്ട് ഇപ്പോഴും 2-3 കോടി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ശനി ഞായറും ഒക്കെ 4 കോടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും OTTക്ക് പോയാൽ തിയേറ്റർ കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് യാതൊരു പിടിയില്ല. ഏതായാലും OTT റിലീഫ് അതുപോലെ തുടരുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ എല്ലാം തന്നെ സംഭവപരമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം മറ്റ് ചിത്രങ്ങൾ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം ഏകദേശം 6 കോടി രൂപയോളമായിരുന്നു ഇന്നലെ കളക്ട് ചെയ്ത് ഇന്നലെ കൊണ്ട്. അപ്പോൾ ഇന്നും ഏകദേശം 1 കോടിക്ക് താഴെയുള്ള തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 6,50 ലക്ഷത്തിന് മുകളിലുള്ള തുക തന്നെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഏകദേശം 12 കോടിക്ക് അടുത്ത് 12 കോടിക്ക് മുകളിലുള്ള തുകയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ 1390 ടിക്കറ്റാണ് ഇപ്പോൾ മണിക്കൂറിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം വിറ്റ് മാറുന്നത്. അപ്പം മികച്ച ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. പിന്നെ പടക്കളം പടക്കളത്തിൻ്റെ ഇന്നത്തെ
ടിക്കറ്റ് വിൽപ്പന എന്നെ അത്ഭുതപ്പെടുത്തി. 24 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിന്ന് പെട്ടെന്ന് 1 മണിക്കൂർ ട്രെൻഡിങ്ങിലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മണിക്കൂറിൽ 1140 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട് പടക്കളം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു റിലീഫ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് 1 മണിക്കൂർ ട്രെൻഡിങ്ങിലായിട്ട് ഈ ചിത്രം വന്നിരിക്കുന്നത്. 1140 ടിക്കറ്റ്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ കളക്ഷൻ വർധനമുണ്ടാകാം. 4 കോടിക്ക് മുകളിലുള്ള തുകയാണ് പടക്കളം എന്ന ചിത്രം കേരളത്തിൽ നേടിയിരിക്കുന്നത്. ഒരു പക്ഷേ 4.5 കോടിയിലേക്ക് ഈ ചിത്രം വൈകാതെ എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതൊരു വിജയ ചിത്രമാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും പടക്കളം എന്ന ചിത്രം സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ കളക്ഷൻ സ്റ്റഡി ആയിട്ടുള്ള കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സർക്കിറ്റിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഏകദേശം 11-12 ലക്ഷത്തിലാണ് ഇപ്പം ചെന്ന് നിൽക്കുന്നത്. ഒരു പക്ഷേ 10 ലക്ഷത്തിന് താഴെയുള്ള കളക്ഷൻ ഇന്ന് നേടിയാലും അതിശയപ്പെടാനില്ല. കാരണം പടം തിയേറ്ററിൽ തികഞ്ഞ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തിയേറ്റർ വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. അപ്പോൾ ഈ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചില കണക്കുകൾ പറയുമ്പം പലർക്കും അതിനകത്ത് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. ദിലീപിൻ്റെ കളക്ഷൻ കുറച്ച് കാണിക്കുന്നു, ലാലേട്ടൻ്റെ കളക്ഷൻ കൂട്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ചാനലിനകത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അല്ലാതെ മറ്റൊരു ചാനലിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. അപ്പം ദിലീപിൻ്റെ ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയ്ക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ദിലീപിനെ എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ്. പിന്നെ പ്രിൻസിനെ പറ്റി ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം പഴയകാല ദിലീപിൻ്റെ ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ദിലീപ്. ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ പുതുമയുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരിക, അതിൽ പുതുമ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റമൊക്കെ അത്യാവശ്യമാണ്. അത് ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ കാണുന്നില്ല എന്നാണ് എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. അത് കൃത്യമാണ് എന്ന് തന്നെ എനിക്കും ഇപ്പോഴും ബോധ്യമുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഈ ചിത്രം അങ്ങനെ ഇരുന്നാലും വൻ വിജയമായി മാറട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ജനങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ. നമ്മൾ റിവ്യൂവർമാരോ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ട കാര്യം. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് തുടരും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം. ആസിഫ് അലിയുടെ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ട ചിത്രമാണ്. പക്ഷെ അത് തിയേറ്റർ തികഞ്ഞ പരാജയമാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റുന്നില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഞാൻ പറഞ്ഞത് മുൻകാല ചിത്രങ്ങളെ അനുസ്മരിക്കുന്ന പ്രകടനം തന്നെയാണ് ദിലീപ് കാഴ്ച. അതുകൊണ്ട് അത് മോശം ചിത്രമാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരു ചിത്രം, വൺ ടൈം വാച്ച് എന്ന് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പം ആ കാര്യത്തിലും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പടക്കളത്തെ പറ്റി ഞാൻ പറഞ്ഞത് പൊട്ടിച്ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ലോജിക്കൊന്നും നോക്കരുത് എന്ന് തന്നെയാണ് ആ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് തുടരും എന്ന ചിത്രങ്ങളുടെയും മറ്റുള്ള ചിത്രങ്ങളിലെയൊക്കെ വിശേഷങ്ങൾ. അപ്പം അടുത്ത ആഴ്ച പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ റിലീസ് ആകുന്നുണ്ട് എന്ന് 23-ാം തീയതി കണ്ട നരിവേട്ട എന്ന ടൊവിനോയുടെ ചിത്രം റിലീസാകുന്നു. അങ്ങനെ പുതിയ പുതിയ ചിത്രങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വരട്ടെ. ഏതായാലും ഈ ചിത്രങ്ങളൊക്കെ വന്നാലും തുടരും എന്ന ചിത്രം ഇവിടെ തന്നെ തുടരും എന്ന് തന്നെയാണ് ഈ കളക്ഷനുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പം അത് എവിടം വരെ എത്തും എന്നുള്ളത് ആണ് നമ്മൾ ഇനി നോക്കിക്കാണാനുള്ളത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ശുഭരാത്രി.